ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വരാറുള്ളത്. ഇന്നൊരു ഡ്രസ് മേക്ക് ഓവർ വീഡിയോ ആണ്. ഈ ചെറിയൊരു ടേബിൾമ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. ഇതൊന്ന് നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വൈറ്റ് വാൾപേപ്പർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ വാൾപേപ്പർ നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടും. ഞാനിത് മീഷോന്ന് വാങ്ങിയതാണ്. ജസ്റ്റ് 150 എബോ അത്രേ ഉള്ളൂ റേറ്റ് വരുന്നത്. ബാക്കിൽ സ്റ്റിക്ക് ചെയ്യാണ്ടാവും, നമുക്കത് റിമൂവ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നീറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കിട്ടും. ഇനി ടേബിൾമേ ഞാനൊരു ഫർ ക്ലോത്താണ് വിരിക്കാൻ പോകുന്നത്. ഇതും ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. അതൊന്ന് വിരിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പഴയൊരു കമ്പ്യൂട്ടറിൻ്റെ ടേബിളായിരുന്നു. കമ്പ്യൂട്ടറൊക്കെ കേട് വന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞാനൊന്ന് വിരിച്ച് നീറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുന്നവരെ ടേബിളൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഒരു വൈറ്റ് തീമിലുള്ളൊരു ഡെസ്ക് സെറ്റ് ചെയ്യാന്നുള്ളത്. ഈ ഡെസ്കിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സ്പേസ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ ഞാൻ ഈ പാറ്റേൺ പേപ്പേഴ്സാണ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കണ്ടു നോക്കുക. ഇപ്പം ഞാൻ മേക്ക് ഓവർ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഫസ്റ്റ് ഈ കോർണറിൽ ഞാൻ ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇത് 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ചധികം സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്, അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. താഴെയായിട്ട് എൻ്റെ കയ്യിലുള്ള ടാപ്പുകളാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. വൈറ്റ് തീമിലുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ തന്നെ നല്ല എക്സ്പെൻസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഇങ്ങനെയും നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ അടുത്തായിട്ട് ഞാൻ കളർ പേപ്പേഴ്സ് കൊണ്ടുണ്ടാക്കിയ പെൻ ഹോൾഡറാണ് വെച്ച് കൊടുക്കുന്നത്. അതിൽ എൻ്റെ കയ്യിലുള്ള പെൻസിൽസൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കളർ പേനകളുണ്ട്, അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഹോൾഡർ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കത്രികയും ബ്രഷ്, പിന്നെ കത്തി, പ്ലക്കർ, അങ്ങനത്തെ ഒക്കെ കുറച്ച് സ്കെയില് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് ബോക്സിൻ്റെ മുകളിലായിട്ട് റൗണ്ടിലുള്ളൊരു വുഡിൻ്റെ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ഫ്ലവർ വൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലവർ വൈസ് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് പിസ്ത സെല്ല് ഉപയോഗിച്ച് ഉണ്ടാക്കിയൊരു ഫ്ലവർ വൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്, അതും ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ചാനലിലുണ്ടെന്ന് കണ്ടു നോക്കുക. എൻ്റെ അടുത്ത് കുറച്ച് കളേഴ്സ് ഉണ്ട്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഈ ഒരു ബോക്സ് ഒന്നായിട്ട് 24 പീസസ് ഉണ്ട് ഈ കളറ്. അത് ഞാൻ ഫ്ലവറിൻ്റെ ഒരു പെൻ ഹോൾഡറിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടായിട്ട് ഒരു സ്റ്റോറേജ് സ്റ്റാൻഡാണ് വെക്കുന്നത്. അതിൽ ഞാൻ ലബോബിന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കയ്യിലുള്ള ചെറിയൊരു പ്രിൻ്റർ ഉണ്ട്, ഡിജിറ്റൽ പ്രിൻ്റർ ഉണ്ട്, അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് ഒരു ക്യാമറ, ക്യൂട്ടായിട്ടുള്ളൊരു ക്യാമറയാണ്. തൊട്ടടുത്തൊരു അലോക്കിറ്റിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഡെസ്ക് മേക്ക് ഓവർ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് എൻ്റെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചുകൊണ്ടൊന്ന് സെറ്റ് ചെയ്തതാണ്. ഇങ്ങനെ ഉണ്ടെന്ന് പറയണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്.